സാർ നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ കത്തി നിൽക്കുന്നത് അതാണ്. ഇപ്പോൾ അൻവർ ചില ഉപാധികളൊക്കെ വീണ്ടും ഒരുപക്ഷെ പറഞ്ഞാൽ വലിഞ്ഞേറി ചെന്ന് UDF മുന്നിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഒന്നില്ലെങ്കിൽ മന്ത്രിയാക്കണം, ആഭ്യന്തരമന്ത്രിയാക്കണം, അല്ലെങ്കിൽ വനമന്ത്രിയാക്കണം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ അത് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണം എന്നുള്ളതാണ്. UDF വന്നിട്ടില്ല, നിലമ്പൂർ ഒരു ഉപതിരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന അൻവർ ഇന്ന് പറയുന്നത് നാളെ പറയില്ല, മാത്രമല്ല പറയുന്നത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് അൻവറിന് ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. ഈ തള്ളിക്കളഞ്ഞ ആളാണ് അൻവറിന് ഒരു തരത്തിലും ഒരു ഡിമാൻഡ് വെക്കാനുള്ള അവകാശമില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതൊക്കെ മൂലമത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേട്ട ഏറ്റവും വലിയ തമാശകളിലൊന്നാണ്. രാഷ്ട്രീയക്കാരണം കേട്ട ഒരാൾ വന്നിട്ട് അടുത്ത മുന്നണിയിൽ കയറാത്ത ഒരാൾ വന്നിട്ട് എനിക്ക് ആഭ്യന്തരം തരണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. അൻവറിന് യഥാർത്ഥത്തിൽ ചുവട് പിഴച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി. ഇപ്പം അൻവറിനൊരു വല്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത അങ്ങും ഇങ്ങും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പെട്ടുപോയി. അപ്പം രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അൻവറിന് ബേജാറായിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. തൃശങ്കുലാണ് യഥാർത്ഥത്തിൽ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അൻവറിന് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. എന്ത് ചെയ്താലും അൻവർ പിഴയ്ക്കുകയാണ്. അത് അൻവർ മാത്രം ഉത്തരവാദി ഒരു കാര്യമാണ്. അൻവറിൻ്റെ നാക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ഈ രാഷ്ട്രീയം എപ്പോഴും നമ്മൾ രാഷ്ട്രീയ കളത്തിലിറങ്ങിയാൽ നമുക്ക് പറയേണ്ടതും പറയേണ്ടാത്തതുമുണ്ട്. രാഷ്ട്രീയം നാളെ കൂടെ നോക്കിയിട്ടുള്ളതാണല്ലോ രാഷ്ട്രീയം എപ്പോഴും, ഇന്നത്തേക്കല്ല നോക്കുന്നത്. അപ്പോൾ ആ നോട്ടം അൻവറിന് ഇല്ലാതായിപ്പോയി. അൻവർ വിചാരിച്ചു അൻവർ പറയുന്നത് എല്ലാവരും വന്ന് നിൽക്കുകയും അൻവർ പിണറായിസത്തിനെതിരായതുകൊണ്ട് UDF ഉടനെ ആ വഴിക്ക് വന്ന് വീഴുകയും ഒക്കെ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അത് കളഞ്ഞതാരാ? അതും അൻവർ തന്നെയാണ് കളഞ്ഞത്. അൻവർ സ്ഥാനാർത്ഥിത്വത്തെ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞ മണ്ടത്തരം അതിലെയും വലിയ മണ്ടത്തരത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഒരു കാരണവശാലും ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് കേൾക്കുന്നവർക്ക് പോലും എനിക്ക് തോന്നുന്നു ഇത് ഇത്തരം ഈ തമാശ പറയുന്നതുകൊണ്ട് മാത്രം അൻവർ ചിലപ്പോൾ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച വോട്ട് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത. ഇപ്പോൾ അൻവറിന് ആകെയുള്ളത് സുധാകരൻ പറഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടും തള്ളിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ VD സതീശൻ പറയുന്ന UDF തീരുമാനമാണ്, അൻവർ അടഞ്ഞ അധ്യായമാണ്. RMP പോലും നിർത്തുന്നത് പോലെ പോലും അൻവറിനൊരു പ്രവേശം കിട്ടിയിട്ടില്ല. എന്നിട്ടും അൻവർ ഈ കാണിച്ചു കൂട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മുതലാളിയുടെ മനോഭാവമില്ലേ? അതായത് ഞാൻ പറഞ്ഞെടുത്ത് എൻ്റെ തൊഴിലാളികൾ വന്ന് നിൽക്കണം, ഞാൻ പറയുമ്പോൾ അവർ പോകണം, ഞാൻ പറയുന്നത് പോലെ അവർ പണിയെടുക്കണം. പക്ഷേ ഇതൊരു മുന്നണി സംവിധാനമാണല്ലോ. ഒരിക്കലും അൻവർ, ഞാൻ പറഞ്ഞില്ല, അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തൊരു കാര്യമായിരുന്നു അത്. അൻവറിന് UDF പ്രവേശനത്തിനൊരു സാധ്യതയുള്ള ആളായിരുന്നു, പലതുകൊണ്ടും സാധ്യതയുള്ള ആളായിരുന്നു. അപ്പോൾ ആ സാധ്യതയെ തന്നെ അൻവർ ഇല്ലാതാക്കി. അൻവറിന് നാളെ നിലമ്പൂർ സീറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ആര് ജയിച്ചാലും ഇപ്പോൾ നാളെ അത് അൻവറിന് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ വേറെയാണ്. പക്ഷേ അൻവറിനൊരു സീറ്റിനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. മന്ത്രി ആകുമോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീട് കോൺഗ്രസ്സിൽ ഈ പറയുന്ന VD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മന്ത്രിയാവുമെന്ന് പറഞ്ഞ് നമ്മളെ മീഡിയക്കാരെല്ലാം പോയി VD സതീശൻ്റെ വീട്ടുവാതിക്കെ ഇരുന്നതാണ്. ഇപ്പം സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത്. പക്ഷേ VD സതീശൻ മന്ത്രിയായില്ല. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഇനി കോൺഗ്രസ് ആണെങ്കിൽ പോലും അപ്പം അങ്ങനെയുള്ളൊരു UDF സിറ്റുവേഷൻ. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് എന്താണെന്നുള്ളതൊന്നും ഇപ്പം ഞാൻ എല്ലാവരും പറയുന്നത് ഇപ്പം ഈ നിലമ്പൂർ ജയിച്ചാൽ അടുത്ത ഭരണം അത് തീരുമാനിക്കും, അതുപോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തെരഞ്ഞെടുപ്പിന് വേറെ തന്ത്രങ്ങളും വേറെ എന്താ പ്രൊപ്പഗാൻഡകൾ വേറെയാണ് വരിക. എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്കിപ്പോൾ ഗണിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അൻവർ പറയുന്നത് ഇത്. പിന്നെ അൻവർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അൻവർ സ്വതന്ത്രനായി ഈ പറയുന്ന UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അത് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞാൽ പിൻവലിക്കും. ഇതൊക്കെ ഈ നാട്ടിൽ കേട്ട നമ്മൾ ചിരിച്ചു പോകും, ആരും ചിരിച്ചു പോകുന്നൊരു കാര്യമാണ്. ആ അൻവർ ഈ പറഞ്ഞത് മുഴുവൻ ഇത്ര അധികാരമല്ലാതെ അൻവറിന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം MLA സ്ഥാനം രാജിവെച്ച് മണ്ടത്തരം കാണിച്ചു. ആ മണ്ടത്തരത്തിന് പകരമായി ഒരു MLA സ്ഥാനം കിട്ടില്ല എന്ന് വന്നു. ഇനിയിപ്പോൾ വേറെ അധികാര ചിഹ്നങ്ങളൊന്നുമില്ല. ഇപ്പം കൂടെ നിൽക്കുന്നവർ എത്ര കാലം എനിക്ക് തോന്നുന്നു കൂടെ നിൽക്കുന്നവർ പോലും ഇപ്പം മാറിക്കാണും. ഇത്തരം മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറയൂ?
ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെ ഒന്നുകിൽ മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ ആഭ്യന്തരം തരണം. ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്ത ചരിത്രമുണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ നാട്ടിലേ ഇല്ല. നമ്മൾ 57 മാത്രമാണ് വി ആർ കൃഷ്ണയ്യർക്ക് ഒരു സ്വതന്ത്രനായി ജയിച്ച പാർട്ടി സ്വതന്ത്രന് ഒരു ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന ഏക സന്ദർഭം അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ഈ ഇത്തരത്തിൽ ഗണിച്ചുണ്ടാക്കുന്നത്? ഒരു അൻവർ ശരിക്ക് നേരത്തെ പറഞ്ഞത് നമുക്ക് അങ്ങനെ തന്നെ ഊഹിക്കാം. ചിത്തഭ്രമം എന്നൊന്നും പറയുന്ന നമ്മൾ ആളില്ലെങ്കിൽ പോലും അൻവറിനെ പിടിവിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് അൻവർ വന്നു. കാരണം അൻവർ താരതമ്യേന രാഷ്ട്രീയത്തിൽ ഈ 2 MLA പദവിയാണെന്ന് കഴിഞ്ഞ് രാഷ്ട്രീയമായി ഒരു പാർട്ടിയെ നയിക്കാൻ മാത്രമോ കൊണ്ടുനടക്കാൻ മാത്രമൊന്നും അൻവറിന് പറ്റില്ല. അൻവർ അതിനുള്ള സ്റ്റേച്ചറുള്ള ആളൊന്നുമല്ല യഥാർത്ഥത്തിൽ. അത് എത്രമാത്രം അപ്പോൾ അതിനുള്ള വഴിയായിരുന്നു ഇത്. നമ്മൾ കണ്ടു PC ജോർജിൻ്റെ രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. PC ജോർജിന് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി കുറേ നാൾ കൊണ്ടുനടന്നു. അതിനിപ്പോൾ PC ജോർജിന് മനസ്സിലായി കൊണ്ടുനടക്കാൻ പറ്റില്ല. പിന്നെ നിലപാടുകളിൽ ചാഞ്ചാടി നടന്ന് PC ജോർജ് ഒന്നും അല്ലാതായി പോയി എന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ അതൊക്കെ കണ്ട ഒരാളെന്നുള്ള നിലയിൽ ഈ കാണിക്കുന്നത് എല്ലാം മണ്ടത്തരങ്ങളാണ്. കിട്ടുമെന്ന് വിചാരിക്കുന്ന വോട്ട് പോലും ഇല്ലാതാക്കുന്ന അൻവറിന് കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വർത്തമാനങ്ങളാണ്. അല്ല, വർത്തമാനമൊന്നുമല്ല, ഇതൊക്കെ ഒരു ഭയങ്കരമായ ഹ്യൂമറാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇപ്പൊ ഈ സുധാകരൻ തള്ളിക്കളയുന്നില്ല പൂർണ്ണമായും എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് പിന്നിൽ എന്തായിരിക്കാം? അല്ല, അത് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സുധാകരനെ ഒരിക്കലും നനച്ചിരിക്കാതെയല്ല. ഇപ്പം ഞാൻ അക്കാര്യത്തിലും വേറെ അഭിപ്രായമുള്ള ആളാണ്. അതായത് സുധാകരനെ ഇവർ മാറ്റുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് മാറ്റിയത്? ഒരു റീസൺ എന്താ? അവർ പറഞ്ഞത് അനാരോഗ്യം എന്നാണല്ലോ. അതാരാ തീരുമാനിക്കുന്നത്? അത് പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. കാരണം ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് അനാരോഗ്യം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം. സുധാകരനെ മാറ്റിയതിന് ഇന്ന് വരെ ഞാൻ ഇത്രയും നാളും കാര്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് പാർട്ടി ഒരു കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരെയും മാറ്റുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു തരാം. അല്ലാതെ ഒരു കാരണവും നമ്മൾ ഇതുവരെ സുധാകരൻ എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞു ഇല്ല, ഇവിടെ ഉള്ളവർ പറഞ്ഞു ഒന്ന്. ഇങ്ങനെ പത്രക്കാരെ പറഞ്ഞു എഴുതിയോ അല്ലെങ്കിൽ ചാനലുകാർ പറഞ്ഞു എഴുതിയോ ഒക്കെയുള്ള ഈ അനാരോഗ്യമല്ലേ ഉള്ളൂ സുധാകരന്. സുധാകരൻ പറയുന്നത് എനിക്കൊരു അനാരോഗ്യം ഇല്ലെന്ന് പറയും. അപ്പം ആ ഒരു ടഗ് ഓഫ് വാർ പാർട്ടിയിൽ സുധാകരനെ സംബന്ധിച്ചുള്ള ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, അതിന് സംശയമില്ല. അതൊരു പൊളിറ്റിക്കൽ ലീഡറല്ലേ അദ്ദേഹം, അതിന് ഒരു വിഷമമുണ്ടാക്കി. ആ ഒരു ടഗ് ഓഫ് വാർ സതീശനും സുധാകരനും തമ്മിലുള്ളതിൻ്റെ ഭാഗമായിട്ട് സുധാകരൻ അൻവറിനോടൊപ്പം, പിന്നെ സുധാകരൻ്റെ പഴയ സുഹൃത്താണ്, ആ രീതിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൗഹൃദമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല സുധാകരൻ. ഇപ്പം ഇതൊക്കെ കേട്ടാൽ എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും സുധാകരൻ ഇതിനോടൊക്കെ യോജിച്ചത് അൻവറിൻ്റെ കൂടെ നിൽക്കുമെന്ന്. സുധാകരൻ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുഴുവൻ വാതിലടച്ചിരുന്ന് ചിരിക്കേണ്ടി വരും ഇത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ അൻവർ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്, അത് ക്രിസ്ത്യൻ വോട്ട് കിട്ടാനുള്ള ഒരു ഭാഗത്തിൻ്റെ അതുകൊണ്ടുള്ളതായിരിക്കും അൻവർ ആ ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞത്. ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ആര്യരൻ ഷൗക്കത്തിനെയാണ്. ഇത് ഈ പറയുന്നത് പോലെ അൻവർ പറഞ്ഞതിലേക്ക് പോകുമോ അതോ ഷൗക്കത്തിന് വോട്ട് കുറയുമോ? എന്തായിരിക്കും അവിടെ? M സ്വരാജ് വോട്ട് പിടിക്കുമോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാതി പറഞ്ഞുള്ള അല്ലെങ്കിൽ ജാതി ഇങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതി പറയുന്ന ആൾ, ഇപ്പോൾ എല്ലാ പാർട്ടിയിലും എല്ലാ ജാതിക്കാരും ഉണ്ട്. ഏതെങ്കിലും ഒരു സമുദായ നേതാവ് അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കുന്ന ഒരു സംസ്ഥാനമാണോ കേരളം? അല്ല എന്നുള്ളതാണ് ചരിത്രം. എവിടെയൊക്കെ അങ്ങനത്തെ ഉള്ള അഡമൻ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തോ അവിടെയൊക്കെ സമുദായ നേതാക്കന്മാർ തോറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുത്താൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് പറയുകയാണ്, നമ്മൾ ഇപ്പം നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല റബ്ബറിന് 300 വിലയാക്കാൻ ഞങ്ങൾ ജയിപ്പിച്ചു തരാം എന്നൊരു ബിഷപ്പ് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഇത് ആരുടെ കയ്യിലാണ് ഈ ഓട്ടൊക്കെ ഇരിക്കുന്നത്? ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ കുത്തകയെ വെച്ചിരിക്കുന്ന ഓട്ടല്ല. ഈ അൻവറിൻ്റെ കണക്കൂട്ടിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ VS ജോയിക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ അൻവർ എവിടെ നിന്ന് ധരിച്ചു വയ്ക്കുന്നത്? ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളേ അല്ല. ഞാൻ പറയണത് എൻ്റെ ഒരു അറിവിൽ 1% പോലും ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അങ്ങനെ പോയി കുത്തുന്ന ആളുകളല്ല. അവരുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ ചെയ്യായിരിക്കും, പക്ഷെ കുത്തുന്നത് നമുക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെ. പക്ഷേ രാഷ്ട്രീയക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഞ്ചായത്തിലെ വാർഡിൽ പോലും അവിടെ ഭൂരിപക്ഷമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നമ്മളെ കൂടുതൽ കേരളത്തെ വർഗീയമായി തരംതിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാമുദായികമായി അത് നമ്മളെപ്പോഴും കാണാം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ കയ്യിൽ കണ്ട ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി ഒരു മണ്ഡലത്തിലെ
കംപ്ലീറ്റ് ആളുകളുടെ ജാതി തിരിച്ചുള്ള കണക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് 10 പിന്നെ എന്താ ആദിവാസികൾ, ഇത്ര ഈഴവർ, ഇത്ര മുസ്ലിം, ക്രിസ്ത്യാനികളിൽ തന്നെ ഓർത്തഡോക്സുകാർ ഇത്ര, യാക്കോബ, ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എടുത്താൽ അങ്ങനെ സ്വാധീനിച്ച് നമ്മൾ വോട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ കേരളം? എനിക്കിതുവരെ വിശ്വാസം വന്നിട്ടില്ല ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ. അതൊക്കെ അൻവറിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയായി കിട്ടില്ല, ഉടനെ ജോയി വന്നാൽ കിട്ടും, അങ്ങനെ നോക്കിയാലേ നമ്മൾ എവിടെയൊക്കെ സ്ഥാനാർത്ഥി, ഇങ്ങനെയൊക്കെ ധരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നമ്മൾ കുറേ കാലം കണ്ടത് നാടാർ സ്ഥാനാർത്ഥി വന്നാലേ ജയിക്കുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ശശി തരൂർ ആരാ? ശശി തരൂർ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ ഡൽഹി നായരെന്ന് വിളിച്ച് നായരുടെ പ്രമാണിയായ സുകുമാരൻ നായർ തന്നെ കളിയാക്കിയ ആളാണ്. മനസ്സിലായോ? അപ്പം ഇത് തെറ്റിദ്ധാരണയാണ്. ഇത് അൻവറിൻ്റെയൊക്കെ തെറ്റിദ്ധാരണയാണ്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊക്കെ നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉടനെ അങ്ങ് ജയിച്ചു കളയും എന്നൊക്കെ തെറ്റിദ്ധാരണയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സർ, നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും അൻവറിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വാവിട്ട വർത്തമാനങ്ങൾ പറയുന്ന അൻവറിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് ശേഷം എന്തായിത്തീരുമെന്നാണ് സാറിന് തോന്നുന്നത്? അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യുന്നതാണ്. നന്ദി സർ.